السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറ്റവും ബഹുമാന ആദരം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ സന്തോഷം നിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിവസത്തെ നല്ല രൂപത്തിൽ ധന്യമാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ അങ്ങേയറ്റം ക്ഷമിക്കുകയും പടച്ച റബ്ബിന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച ഒരു പ്രവാചക വര്യൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ ത്യാഗോജ്ജലമായ സ്മരണകൾ അയവിറക്കിക്കൊണ്ടുള്ള രംഗം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഓരോ വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ അവർ കൃത്യമായി പഠിക്കണം, ആരാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹീമിനെ തന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിക്കുമ്പോൾ ആ പ്രവാചകന്റെ മഹത്വം എത്രയാണ്, പവിത്രത എത്രയാണ്. അവിടുന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് എടുത്തു പറഞ്ഞ വിഷയമല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ കാര്യങ്ങളും കൃത്യമായി പൂർത്തീകരിച്ച വ്യക്തിയായിരുന്നു. എന്തിനേറെ ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിമേ, നീ നിന്റെ റബ്ബിന് വേണ്ടി നീ കീഴടങ്ങി എന്ന് പറഞ്ഞപ്പോ നിന്റെ മനസ്സും നിന്റെ കണ്ണും നിന്റെ പ്രവർത്തനങ്ങളും എല്ലാം ആ റബ്ബിന്റെ മുമ്പിൽ കീഴടക്കണമെന്ന് പറഞ്ഞപ്പോ യാതൊരുവിധ മടിയുമില്ലാതെ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പറഞ്ഞില്ലേ, ഫത്തബിഊ മില്ലത ഇബ്രാഹീം, ആ ഇബ്രാഹീമിന്റെ പാതയെ നിങ്ങൾ പിൻപറ്റണേ. വിശ്വാസികളെ, നിങ്ങൾക്ക് മാതൃകയുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീം, ആ ഇബ്രാഹീമിൽ നിങ്ങൾക്ക് അനുപമമായ മാതൃകയുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. എത്രയെത്ര പരീക്ഷണത്തിന്റെ രാവുകളാണ് ആ പ്രവാചക വര്യന്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. തന്റെ നാട്ടുകാരിൽ നിന്ന്, നാട്ടിലെ ഭരണാധികാരികളിൽ നിന്ന്, തന്റെ കുടുംബക്കാരിൽ നിന്ന്, തന്റെ കുടുംബത്തിലെ പിതാവിൽ നിന്ന്, ഇങ്ങനെ എത്രയെത്ര പരീക്ഷണങ്ങൾ കടന്നുപോയി. അതിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മക്കളെ കൊടുത്തിട്ടില്ല. മക്കളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 98-99 വയസ്സ് വരെ പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനേ സ്വാലിഹായ നല്ല ഒരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. ഈ ഒരു പരീക്ഷണത്തിന്റെ മേഖലകൾ കടന്നു വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ചാരങ്ങളിലേക്ക് പോകുന്നവർ, അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലേക്ക് നീങ്ങുന്നവർ, ഇസ്ലാം തീരെ പ്രോത്സാഹനം കാണിക്കാത്ത വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നവർ നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാതൃകയാണ്. അല്ലേ? ഇത്രയേറെ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോഴും ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, പരമേൽപ്പിക്കപ്പെടാൻ അവൻ എത്ര നല്ലവനാണ്. വിശ്വാസികളെ, അതുകൊണ്ട് ആ പരീക്ഷണങ്ങളിൽ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളിൽ മുഴുവനും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എഴുതിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. നമുക്കുള്ള പാഠം എന്നറിയോ? വിശ്വാസികളാണോ പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടാകും? വിശ്വാസമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടോ? കുടുംബത്തിന്റെ മുമ്പിൽ പണയം വെക്കാത്ത, നാട്ടുകാരുടെ മുമ്പിൽ പണയം വെക്കാത്ത, ഭരണാധികാരികളുടെ മുമ്പിൽ പണയം വെക്കാത്ത വിശ്വാസമുണ്ടോ? പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും. എത്രയെത്ര ഉദാഹരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തക്ബീറിന്റെ ധ്വനികളിലൂടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അടിമകളായ വിശ്വാസികളായ നമ്മൾ അല്ലാഹുവിന്റെ മഹത്വത്തെ, പടച്ച റബ്ബിന്റെ മഹത്വത്തെ നമ്മൾ വാഴ്ത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ റബ്ബിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അല്ലാഹ് നീയാണ് വലിയവൻ എന്നല്ല, നീയാണ് ഏറ്റവും വലിയവൻ. അപ്പേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല റബ്ബേ എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനം പ്രിയപ്പെട്ടവരെ തക്ബീറിന്റെ ധ്വനികളിലൂടെ നമ്മൾ മുടക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ തക്ബീറുകൾ ഉരുവിടുമ്പോഴും പ്രിയപ്പെട്ടവരെ, പെരുന്നാളിന്റെ സുദിനത്തില്, ഇന്നത്തെ ഈ സന്തോഷിക്കുന്ന ഈ ഒരു ദിനത്തില് നമ്മെപ്പോലെ സന്തോഷിക്കാൻ കഴിയാതെ, നമ്മെ
പോലെ പുതുവസ്ത്രം ധരിക്കാൻ കഴിയാതെ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യുവാക്കളെ, യുവതികളെ, ഇന്ന് പെരുന്നാളാണ്, ഇന്ന് സന്തോഷിക്കുവാനുള്ള ദിവസമാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലേക്ക് തിരിഞ്ഞു പോകാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ഒരു പെരുന്നാളിന്റെ സുദിനത്തില് പുതുവസ്ത്രം ധരിച്ച് നമസ്കാരം കഴിഞ്ഞ് ഈ ഈദിന്റെ ഖുതുബ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിന്റെ ജനതയാണ് പ്രിയപ്പെട്ടവരെ. നമ്മെ പോലെ ഭക്ഷണം കഴിക്കേണ്ടവർ, നമ്മളെ പോലെ ഈദ് ആഘോഷിക്കേണ്ടവർ, നമ്മളെ പോലെ സുഖിക്കേണ്ടവർ, പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിന്റെ പ്രയാസത്തിന്റെ ഭീകരതയിൽ അവർ പെട്ടുപോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ ആശ്വാസം നൽകി അവർ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈദ് ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ കേട്ട കുവൈത്തിൽ നടന്ന വലിയ ഒരു തീപിടുത്തത്തിന്റെ വാർത്ത നമ്മൾ കേട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്വപ്നങ്ങളുമായി ഭാര്യയുടെ സ്വപ്നങ്ങൾ പേറി, മക്കളുടെ സ്വപ്നങ്ങൾ പേറി, വൃദ്ധരായ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ കയറി വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചു പോയ ആ ഒരു തീപിടുത്തത്തിൽ പൊളിഞ്ഞു പോയ ജീവനുകൾ പ്രിയപ്പെട്ടവരെ നമുക്കും ഒരു പാഠമാണ്. ഏത് സമയം, ഏത് സന്ദർഭം, എവിടെ വെച്ചുകൊണ്ട് എങ്ങനെ മരിക്കുമെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ആ മരണപ്പെട്ടു പോയ ആളുകളുടെ കഥകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്കും പാഠമുണ്ട്, നമ്മൾ ഉൾക്കൊണ്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരീക്ഷണത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലക്കും നമ്മളെ പരീക്ഷിക്കും, പല നിലക്കും പടച്ചറപ്പ് നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിന്റെ രാവുകളില് ക്ഷമ കൈക്കൊണ്ടവരുണ്ടോ, തഖ്വയുള്ളവരുണ്ടോ, പ്രിയപ്പെട്ടവരെ, വിജയിക്കുവാൻ നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ നാളിന്റെ സുദിനത്തിൽ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നമുക്ക് മാതൃകയാക്കാൻ കഴിയണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഹാജറ ബീവിയെ മാതൃകയാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം. പ്രിയപ്പെട്ട എന്റെ കുട്ടികളെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാതൃകയാക്കാൻ നിങ്ങൾക്കും സാധ്യമാകണം. ആ പൊന്നുമോനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. കാലങ്ങളോളം കാത്തു നിന്ന് കിട്ടിയ ആ പൊന്നുമോൻ ഫലമ്മാ ബലഗ മഅഉ സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. പൊന്നുമോനെ, ഉപ്പ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, മോനെ ബലിയറുക്കുവാൻ മോന്റെ അഭിപ്രായം എന്താണ്? ആ പൊന്നുമോന്റെ മറുപടി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു, നമുക്ക് പാഠമുണ്ട്. പൊന്നുപിതാവേ, എന്റെ പൊന്നുപിതാവേ, അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അബതി ഇഫ്അൽ മാ തുമർ സതജ്ദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പൊന്നുപിതാവേ, ആ റബ്ബ് എന്താണോ അങ്ങയോട് കൽപ്പിച്ചത് അത് താങ്കൾ കൃത്യമായി കൊണ്ട് നിങ്ങൾ നിറവേറ്റുക. ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട പിതാവേ, എന്നെ നിങ്ങൾക്ക് കാണാമെന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പൊന്നുമകനായിരുന്നു, ആദർശബോധമുള്ള മകനായിരുന്നു. അതുകൊണ്ട് ആദർശത്തെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നുള്ള വലിയ ഒരു സന്ദേശം പ്രിയപ്പെട്ടവരെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏതൊക്കെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിച്ചാലും പടച്ചറപ്പിന് ഇഷ്ടമില്ലാത്ത ഒരു കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ കാലുകൾ പതിക്കാൻ പാടില്ല, നമ്മുടെ കൈകൾ ഉയർത്താൻ പാടില്ല. എല്ലാ സങ്കടങ്ങളും വേവലാദികളും ആവലാദികളും നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ കൽവിന്റെ തുടിപ്പറിയുന്ന റബ്ബിങ്കലേക്ക് മാത്രം നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, തക്ബീറിന്റെ ധ്വനികൾ മുഴക്കേണ്ടുന്ന സന്ദർഭങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ വല്ലാതെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് സുന്നത്തുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈദിന്റെ ദിവസത്തിലുള്ള സ്വതക്കയാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരിമാരെ അവരോട് പ്രത്യേകം ഈ ഒരു വിഷയം ഈദിന്റെ ദിവസത്തിൽ അവരെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ,
നമ്മൾ വന്ന വഴിയിലൂടെ പോകാതെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ മറ്റൊരു വഴിയിലൂടെ നമ്മൾ പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇത് കേൾക്കുന്നതും നമ്മൾ ഇരിക്കുന്നതും പറയുന്നതും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഇതിനൊന്നും അവസരമില്ലാതെ എത്രയോ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വൃദ്ധരായിക്കൊണ്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ പോയിട്ട് നമ്മൾ സന്ദർശിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബക്കാരെ നമ്മൾ സന്ദർശിക്കണം. കുടുംബത്തിലെ വിഷയങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. മാത്രമല്ല, പരസ്പരം ആശംസകൾ കൈമാറണം. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ മുമ്പേ ആരോടെങ്കിലും ആ ഈർഷ്യതയുണ്ടെങ്കിൽ, ആരോടെങ്കിലും വല്ല പിണക്കവും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മനസ്സ് തുറന്ന് നല്ല ഒരു വിശ്വാസിയായി എന്റെ റബ്ബിലേക്ക് ഞാൻ തിരിച്ചു പോകേണ്ടവനാണ്. അവൻ എന്നോട് മിണ്ടുന്നില്ലെങ്കിലും ഞാൻ അവനോട് മിണ്ടട്ടെ. എനിക്ക് എന്റെ പരലോകമാണ് വലുത്. അവൻ എന്നോട് സംസാരിക്കുന്നില്ലെങ്കിലും ഞാൻ അവനോട് സംസാരിക്കട്ടെ. എനിക്ക് എന്റെ ബർസഖിയായ ജീവിതമാണ് എനിക്ക് വലുത്. എന്റെ റബ്ബിന്റെ കോടതിയിലെ അവസ്ഥകളാണ് എനിക്ക് വലുത് എന്ന് കരുതി പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ നമ്മൾ ആശംസകൾ കൈമാറി തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ, പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ആ പിണക്കങ്ങളെല്ലാം പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ചു കൊണ്ടുവേണം പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ പിരിഞ്ഞു പോകുവാൻ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സഹോദരൻ അബൂബക്കർ ഫാറൂഖി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദഅവത്തിന്റെ മേഖലകളിൽ സജീവമായി നമ്മുടെ കൂടെ നിലനിന്നിരുന്ന മനുഷ്യനാണ്. അതുപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള താങ്ങും തണലുമായി നമ്മുടെ ഈ സ്ഥാപനത്തെ വലിയ രൂപത്തിൽ സഹായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഒരുപാട് സഹോദരന്മാർ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, പ്രഖ്യാപിച്ചതുപോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാതൃകയാക്കി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാളെ പുലർച്ചെയാണ് നമ്മുടെ ബലികർമ്മം നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അതിൽ ചേർന്നുകൂടിയ അതുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരങ്ങളും കൃത്യമായി ആ സമയത്ത് അവിടെ എത്തണം. ആ ബലികർമ്മം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം പങ്കെടുത്ത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉൾക്കൊണ്ട് അതിന്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് വരെ, അതിന്റെ പണി പൂർണ്ണമാകുന്നത് വരെ നമ്മുടെ ഒരു സാന്നിധ്യം പ്രിയപ്പെട്ടവരെ അവിടെ ആവശ്യമാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുക്ക് വേണ്ടത് ആ മൃഗത്തിന്റെ മാംസമല്ല, അല്ലാഹുക്ക് വേണ്ടത് ആ മൃഗത്തിന്റെ രക്തമല്ല. പടച്ചറബ്ബ് ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്നുള്ള തഖ്വയാണ് എന്നുള്ള ആ ഒരു ബോധം ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദൂരീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാക്കി പടച്ചറബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈദിന്റെ സുദിനത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ രോഗികളായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിനെ പൂർണ്ണമായും നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് നാഥാ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണേ. മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.